ഇതെന്താ സ്റ്റേസി കോയിൻ കളക്ഷനാ? അല്ലമ്മ, ഇത് എന്റെ ബാഗിൽ നിന്ന് കിട്ടിയ കുറെ കോയിൻസ് ആണ്. അപ്പൊ ഒരു ട്രഷർ ഹണ്ട് സംഭവം. അതെന്താണ്? നമുക്ക് ഈ ഒരു പെന്നിന്ന് മില്യൺ ആവണ പരിപാടി കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ എങ്ങനെയാണ്? അതായത് ഓരോ വർഷങ്ങള് ഇവര് കുറെ കോയിൻസ് പ്രിന്റ് ചെയ്യുമല്ലോ. കോയിൻസ് പ്രിന്റ് ചെയ്യുമ്പോ അവര് എറർ ആയിട്ട് കുറെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ ലേറ്റസ്റ്റ് ഇയേഴ്സ് ഒന്നുമല്ല, പഴയ ഒരു 1950s അല്ലെങ്കിൽ 40s ആ ഒരു കാലഘട്ടങ്ങളിൽ അവർ ഒരുപാട് കോയിൻസ് പ്രിന്റ് ചെയ്തതിൽ എറർ ആയിരുന്നു. ആ എറർ കോയിൻസ് US ഫെഡറൽ എന്നിട്ടത് തിരിച്ചു മേടിച്ച്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോയിൻസ് മാത്രം അത് പുറത്തുണ്ട്. ആ പുറത്തുള്ള കോയിൻസ് ഇപ്പൊ സെല് ചെയ്താല് നല്ല എമൗണ്ട് കിട്ടും. ഇപ്പൊ ഇത് ഒരു പെന്നിയല്ലേ, ആളുകൾ കളഞ്ഞ് റോട്ടിലേക്ക് കിടക്കും ഇങ്ങനത്തെ ഈ പെന്നി. അമ്മയും സേവ് ചെയ്ത് വെക്കൂലല്ലോ നമ്മുടെ ബാഗിൽ. ഇതിന്റെ ബാഗിൽ നിന്ന് ഇപ്പൊ കിട്ടിയതാണ് ഇത്രയും. പക്ഷെ ഈ ഒരു കോയിന് എത്ര വാല്യൂ വരെ ഉണ്ടാവും അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മൾ ഇത്രയും കിട്ടിയതാണ്. ഇത്രയും സെർച്ച് ചെയ്തിട്ട് കിട്ടിയ കോയിൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇപ്പൊ ഇതേ അതില് ഒരു 1946 കോയിൻ ഉണ്ട്. നോക്കട്ടെ, 1946. ഈ കോയിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇത് 1 സെന്റ് അല്ലേ, ഒരു പെന്നി. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതിന്റെ ബാക്ക് നോക്കിക്കേ, 1 സെന്റ് എന്ന് എഴുതിയിട്ട് 2 ലീഫ് ഇത് വീറ്റിന്റെ. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സാധനം ഇപ്പൊ അധികം ഇല്ല, ആളുകൾക്ക് ഇത് കളക്ഷനിൽ വെക്കണതാണ്. ഇപ്പൊ ഞാനിപ്പോ eBayൽ നോക്കിയപ്പോഴേക്കും ഇതിന് വാല്യൂ 1200 തൊട്ട് $2000 വരെ ഉണ്ട്. എത്ര? $1200 to $2000. അതായത് ഈ 1 സെന്റിന്ന് നമുക്ക് 1200 തൊട്ട് 2000 വരെ ഉണ്ടാക്കാം. ഇപ്പൊ ഇത്രയും കോയിൻസ് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ആകെ ഇത്രയും കോയിൻസ് ആണ്. ഈ ഇത്രയും കോയിൻസിന് മാത്രം ചിലപ്പോ ഒരു 8000 മിനിമം ഒരു 8000 തൊട്ട് 10,000 വരെ $US വാല്യൂ ഉണ്ടാവും. സ്റ്റേസി റിച്ചായി. ഞാൻ റിച്ചായി. അതാ ഞാൻ പറഞ്ഞത്, ഈ പെന്നിന്ന് നമുക്ക് മില്യണർ ആകാം എന്നുള്ളത്. അപ്പൊ എന്റെ കൊറേ ഉണ്ട്, എടുത്തോണ്ട് പോവാം, നമുക്ക് നോക്കാം. നോക്കിയെടുക്കണം, കാരണം ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കുമല്ലോ. അതിന്റെ ഇതില് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, വെറുതെ ഇയർ മാത്രമല്ല. ഇപ്പൊ ഇത് വെറുതെ 1946 ആണ്, പക്ഷെ ചിലതില് ഇതുണ്ടാവും, ഓരോ ആൽഫബറ്റ്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നോക്കട്ടെ, 1986, പക്ഷെ അതില് D ഇട്ടിട്ടുണ്ട്, D പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഈ കോയിൻ പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് കൊടുത്തുന്നുള്ളതിന്റെ ഇതാണ്. അപ്പൊ അതിനെ പറയണത് മിന്റ് മാർക്ക് എന്ന് പറയും. ഈ മിന്റ് മാർക്ക് ഉള്ളതിന് വാല്യൂ കൂടും ചില മിന്റ് മാർക്കിന്. അപ്പൊ P എന്നുണ്ടാവും, P കോമൺ ആണ്, കോമൺ ആണ്. അതിൽ ചില ഇയേഴ്സിന് മാത്രമേ ആ ഫിലാഡൽഫിയ. അപ്പൊ P ചില മിക്കൊന്നും കോമൺ ആയതാണ്. ചില ഇയറിന് മാത്രമേ Pക്ക് വാല്യൂ ഉള്ളൂ. പക്ഷെ ഡിയും എസും, S സാൻ ഫ്രാൻസിസ്കോ, D ഡെൻവോർ, ഈ 2 സ്റ്റേറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്ത കോയിൻസിന് വാല്യൂ കൂടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1986 Dക്ക് വാല്യൂ വന്നത് $21 തൊട്ട് $2500 വരെ വാല്യൂ വന്നിട്ടുണ്ട്. ഏറ്റവും വാല്യൂ 46 അത് കാരണം ഇപ്പൊ അത് ഒരു തരത്തിലും കിട്ടാൻ വഴിയില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെങ്ങനെ സെല് ചെയ്യണത്? നമുക്ക് eBayൽ സെല് ചെയ്യാം. eBayൽ സെല് ചെയ്യാൻ നിർത്തുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് ഒന്നും പോണില്ല. വെറുതെ ലിസ്റ്റ് ചെയ്യുക, ഇയർ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അത് സെല് ചെയ്തിട്ട് ഡിസൈഡ് എമൗണ്ട് eBay തന്നെ കാണിക്കും. കാരണം അവർക്ക് ഒരുപാട് സെല്ലിംഗ് ഇതുള്ള കാരണം ഇത്ര തൊട്ട് ഇത്ര രൂപ എന്നുള്ളത് eBay കാണിക്കും. അതല്ല നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ ഈ ബാർകോഡ് ഒക്കെ വെച്ചിട്ട് ചെല്ലണം, അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആംപെക്സ് എന്ന് പറഞ്ഞൊരു കോയിൻ സെല് ചെയ്യണ സ്ഥലമുണ്ട്, ആപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ എടുത്തിട്ട് ആംപെക്സ് കോയിൻ അതെടുത്തിട്ട് അതില് സെൽ ടു ദം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും വേറൊരു വെബ്സൈറ്റിലേക്ക് പോയിട്ട്, വേറൊരു പേജിലേക്ക് പോയിട്ട് അവര് നമ്മളോട് കാണിക്കാൻ പറയും ഏത് കോയിനാ നമ്മുടെ ഉള്ളത്. പക്ഷെ അത് സിംഗിൾ ആയിട്ട് സെല് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് 2-3 ഒക്കെ ഇട്ട് വേണം. നമ്മൾ ഏതാണ്ട് 2 ഉണ്ട്, 86 ആണെന്ന് തോന്നുന്നു. ഇതിൽ ഏതാണ്ട് ഒരെണ്ണത്തിൽ 2 ഉണ്ട്. നോക്കണം, എനിക്കറിയാൻ പാടില്ല. 86, 84 എന്താണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ 1, 2, 3 അങ്ങനെയൊക്കെ ഉള്ളപ്പോ അതെടുത്തിട്ട്
അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരത് ഒന്നെങ്കിൽ അവർക്ക് തന്നെ സെല് ചെയ്യാം. പക്ഷെ അവർക്ക് സെല് ചെയ്യുമ്പോൾ വാല്യൂ കുറവാണ് അവിടെ തന്നെ. അതേസമയം അത് ബാർകോഡ് ചെയ്ത് ഫുൾ ഡയറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം എടുത്ത് eBayൽ ലിസ്റ്റ് ചെയ്താല് കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടും. കാരണം വിത്ത് ബാർകോഡ് ഈ എന്താ ഇപ്പൊ 916 എന്നൊക്കെ പറയില്ലേ ഗോൾഡിൽ സ്റ്റാമ്പ്, അപ്പൊ അതില്ലാത്ത ഗോൾഡിന് വാല്യൂ കുറവാണ്, ഉള്ള ഗോൾഡിന് ഇത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവര് ബാർകോഡ് ചെയ്തിട്ട് വിടണ സാധനത്തിന് വാല്യൂ കൂടും. അപ്പൊ അങ്ങനെ നമുക്ക് സെല് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞാ നോക്കിയതാണോ? ഇതില് കുറച്ചും കൂടി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇതില് ഇതുണ്ട് 77. അപ്പൊ ഇതില് ചില കോയിൻസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഴയ കോയിനാണ്. ഈ കോയിന്റെ റേസ്ഡ് റിം ആയിരിക്കും, പൊങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഈ ലിബർട്ടിന്ന് എഴുതിയേക്കുന്നത് റിമ്മോട് ചേർന്നായിരിക്കും ലിബർട്ടിന്ന് എഴുതുന്നത്. അതൊക്കെയാണ് ഇവര് എറർ ആയിട്ട് കൺസിഡർ ചെയ്യണത്. പിന്നെ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാമ്പ് ചെയ്ത് വിടും, ഒരു സ്റ്റാമ്പിന്റെ മേലെ കൂടെ തന്നെ വീണ്ടും സ്റ്റാമ്പ് ചെയ്യും. അപ്പൊ അത് ഈ ലിങ്കൺ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതൊക്കെ ആണ് ഈ കൂടുതല് എററിൽ എടുക്കുന്നത്. ഈ എററാണല്ലോ ഇപ്പൊ നല്ല വാല്യൂ കിട്ടണത്. അങ്ങനെ അപ്പൊ ഇതിൽ ഈ കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോ നോക്കി വെച്ചപ്പോ 75, 72D അങ്ങനെയുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ എടുത്തോണ്ട് പോകാൻ നമുക്ക് നോക്കാം. നമ്മള് എല്ലാവരും അപ്പൊ ഇതിപ്പോ ഞാൻ പെന്നിയുടെ കാര്യം മാത്രമാണ് കേട്ടാ പറഞ്ഞത്. ഡൈമിലായാലും നിക്കലിലായാലും ക്വാർട്ടറിലായാലും ഈവൻ സാധാരണ നമുക്കിപ്പോ ഷോപ്പിലൊക്കെ പോകുമ്പോ ഇത് കിട്ടുമ്പോ നമ്മള് മാറ്റി അങ്ങോട്ട് വെക്കും. പിന്നെ പക്ഷെ ചിലപ്പോ ഭാഗ്യം പറഞ്ഞ ഏത് വഴിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്നായിരിക്കും നമ്മള്. പിന്നെ ചില സമയത്ത് $1 കോയിൻ ഉണ്ട്, ഗോൾഡ് കോയിൻ, ഒരു ഏകദേശം ഒരു ക്വാർട്ടറിനും വലുതായിട്ടുള്ളത്. അത് ആണെങ്കില് ലക്ഷപ്രഭു എന്റെ ഉണ്ടായിരുന്നു. ഞാനത് ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കുറെ നാള് മുന്നേ, ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ എന്റെ കുറെ $1 കോയിൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എവിടെ വെച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഭാഗ്യം എപ്പോഴാണ് നമുക്ക് നമ്മളുടെ നേരെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പെന്നീസ് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. എല്ലാ പെന്നിക്കാണെങ്കിലും അതിൻ്റെതായ വാല്യൂ ഉണ്ട്.